ഇന്ന് ഇവിടെ ഭരണിക്കാവിൽ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. എന്ത് വാങ്ങിക്കാൻ? ബിരിയാണി, ബീഫ് ബിരിയാണി. ഗൈസ് ഇതറിയുന്നുണ്ടോ ഗൈസ്? അപ്പൊ നമ്മളിതാ റെഡിയായി. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും. തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ, വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ, മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ, അഴകെ ചങ്കുലക്കണ ചോദ്യം ഇതെന്റെ, തീയരിക്കണോ രാധിയുമെന്റെ, നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്നെ കണ്ട് വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മാമ്മ വീട്ടിലോട്ട് പോവുകയാണ്. ഭരണിക്കാവിൽ ഉത്സവം കൂടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ മുമ്പൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവം കാണാൻ നമ്മൾ പോകുന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉത്സവം കൂടിയാലോ. അമ്പലത്തിൽ അവിടെ പോയുള്ളൂ. പിന്നെ വേറെ എങ്ങാണ്ടൊക്കെ പോയി അവിടെ ബോട്ടിംഗ് ഒന്നും ഇല്ല, വെള്ളമില്ല, പറ്റി കിടക്കും. എങ്ങാണ്ടൊക്കെ കറങ്ങി മലക്കറി ഭയങ്കര വില. ഇപ്പൊ മലക്കറി ചന്തയുള്ള ദിവസമല്ലായിരുന്നു. മലക്കറി മേടിക്കാൻ പോയതാണ്. മലക്കറി അല്ലടേ, മലക്കറി മേടിക്കാൻ പോയത്. വീണ്ടും അമ്മാമ്മ വീട്ടിൽ വന്നിട്ട് നമ്മൾ കടയിൽ പോവാണ് വീണ്ടും. എന്ത് വാങ്ങിക്കാൻ? ബിരിയാണി, ബീഫ് ബിരിയാണി. അപ്പൊ നമുക്കിന്ന് ഉത്സവം ഫുള്ള് കാണാം. ഒരു കൈസഹായം. ഉത്സവം ഭയങ്കര വൈബ്. താഴം പൂവേ ഉണ്ടായില്ലടാ ഉണ്ടായില്ലടാ. ദേഷ്യം വരുന്നു. കണ്ടാ കണ്ട 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 ഗൈസ്, ഇതറിയുന്നുണ്ടോ? ഇതാണ് തവള. വേഗത്ത് എനിക്ക് ഒന്നാമതെനിക്ക് മൈഗ്രൈനുള്ളതാ. വേഗം ഓടിപ്പോയിട്ട് ഞങ്ങൾ എവിടെ പോകുന്നത്? ആ കട എന്തിനാ പോണത്? മുട്ടയും പാലും മേടിക്കാൻ. മുട്ടയും പാലും വാങ്ങിക്കാനായിട്ട് പോവാണ്. നമ്മൾ അന്ന് പോയിട്ട് അവസാനം നമുക്ക് പാല് കിട്ടിയ കടയില്ലേ, അവിടെ പോവാണ്. അവിടെ പോയിട്ട് നമുക്ക് വാങ്ങിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം ഫുള്ള് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. വരുന്നതും ഇവിടുത്തെ വണ്ടിയുടെ സൗണ്ട്, ഇവിടെ മാത്രമേ കുറച്ച് വെട്ടമുള്ളൂ. ഇങ്ങോട്ട് വരുന്നതും പിന്നെ ഇവിടുന്ന് ഇവിടെ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് കുറച്ച് തിരക്ക് വന്നു. അപ്പോൾ എന്താ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിളായിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫെലിസിറ്റേഷൻ സെറമണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിപ്പം മാർച്ച് 25-നാണ്. അപ്പം അത് പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്കുള്ള തിരക്കാണ്. പെട്ടെന്ന് നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യണം, പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെ കുറേ തിരക്ക്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്താലല്ലേ നമുക്ക് ആ ദിവസം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഓട്ടമായിരുന്നു. ഇപ്പോഴവർ വിളിച്ച് പറഞ്ഞത്. അപ്പം നമുക്കിനി ആ ദിവസം ഇതിനൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരാൻ പറ്റത്തുള്ളൂ. ഫുൾ ഓട്ടമായിരിക്കും. രാവിലെ തൊട്ട് ഉച്ചവരെ എന്താണ് പരിപാടി. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായ സമയത്ത് ഓൾറെഡി നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെയിം ഹോട്ടലിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫെലിസിറ്റേഷൻ സെറമണി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആ ദിവസം ഫുള്ള് എന്തൊക്കെയാണ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കും. അന്ന് എനിക്കത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം മറ്റേ ഫോണല്ലേ. ഇപ്പം നമുക്കിപ്പം ഈ ഫോണിലായതുകൊണ്ട് നമുക്ക് എല്ലാം കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അവിടുത്തെ ഫുൾ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു ഇത്രയും നേരം. ഇപ്പം നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം കറക്റ്റായി ഫൈനലൈസ് ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് റെഡിയായി അമ്പലത്തിൽ പോകണം. ഒരു വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ പോകത്തുള്ളായിരിക്കും. എനിക്ക് കറക്റ്റ് സമയം അറിയത്തില്ല. പിന്നെ അവിടെ രാത്രി വരെ ഫംഗ്ഷൻ കാണും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ രാവിലെ നേരത്തെ പോകും.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ഇതൊക്കെ വന്നപ്പോഴേ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ ഈ ഒരു തിരക്കിൽ പെട്ടുപോയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. വന്നപ്പോൾ തന്നെ ഞാൻ ഫുൾ ഓട്ടവും കോൾസും ഒക്കെ ആയിരുന്നു, ഇപ്പോഴാണെന്ന് സെറ്റായത്. അപ്പോൾ നമുക്കിനി എന്താ, ഇവിടെ നല്ല വെട്ടമുണ്ടല്ലേ? വെട്ടമുണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്. എനിക്കാണെങ്കിൽ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബിസിയുടെ കാര്യം. അങ്ങനെ ഫുൾ തിരക്കാണ് കേസ്. ഇനി അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ മൊത്തം തിരക്കാണ്. നമ്മൾ ഈ തിരക്കായിട്ട് വിചാരിച്ച് വെച്ചേക്കുന്ന ദിവസങ്ങളുടെ ഇടയിൽ കൂടെ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും കുറേ തിരക്ക് വരുമ്പോഴത്തേക്കും ഫുൾ ഓട്ടമായിരിക്കും. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വ്ളോഗ്സ് എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അങ്ങനെ ഫുൾ തിരക്കാണ്. എന്നോട് ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും കുറച്ച് നേരത്തെ പണിയല്ലേ? അത് അറിയാവുന്നവരങ്ങനെ ചോദിക്കും, എഡിറ്റ് ചെയ്യുന്ന കുറച്ച് നേരത്തെ പണിയല്ലേ? വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇപ്പോൾ ആർട്ട് വർക്ക്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും പിന്നെ എല്ലാം കൂടെ എൻ്റെ ഇടയ്ക്ക് സ്റ്റഡീസ് ഉണ്ടായിരുന്ന സമയത്ത് അതും, അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ഞാൻ ആ സമയത്തൊരു ഓളത്തനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക, ഒരു ഷെഡ്യൂൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ആ ഷെഡ്യൂളിൽ മാച്ച് ആവാത്ത രീതിയിൽ ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവങ്ങൾ കയറി വരും, അപ്പോൾ അതും മാനേജ് ചെയ്യാൻ നമ്മൾ നോക്കണം. അപ്പം കുറച്ച് ടാസ്ക്കാണ്, പിന്നെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുന്നു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുന്നതിനേക്കാളും തിരക്കൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമല്ലേ? എനിക്കങ്ങനെ രസമായിട്ടാണ് തോന്നാറ്. തിരക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഓട്ടമാണെന്നുണ്ടെങ്കിലും ആക്ച്വലി അത് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങ് പോകണം. അപ്പം നമുക്കിനി വഴിയേ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിതാ റെഡിയായി. ഇനി നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പം, ഇപ്പം 6:45 ആയി, 7 മണി ആവാറായി. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങും. ഇനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി ഫുട്ടേഴ്സിനെല്ലാം ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്, കാരണം നമുക്ക് അവിടെ ഇങ്ങനെ സൗണ്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യമില്ല, ഞാൻ കാണിച്ചു തരാം. എനിക്ക് നിങ്ങളെ നല്ലോണം അവിടുത്തെ ആ ഒരു ഫെസ്റ്റിവൽ അത് കാണിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പം അത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ആൻറ്റിയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് ആൻറ്റിയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോകാനായിട്ട് ഇറങ്ങാം. ഓക്കെ ഗൈസ്, അമ്മ ഒരുങ്ങി, അനിയത്തി ഒരുങ്ങി, അപ്പോൾ എല്ലാവരും റെഡിയായി. നമുക്ക് കുറേ നേരമായിട്ട് ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് പോകത്തുള്ളൂ ഗൈസ്. അവിടെ നിൽക്കുവാണ്. എന്തെങ്കിലും ഉറക്കാൻ വരുന്നു ഉത്സവത്തിൽ. അവൾ എക്സാമിന് വേണ്ടി പഠിച്ചിട്ട്, ബോർഡ് എക്സാമിൻ്റെ ഇടയ്ക്കാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിച്ചതിൻ്റെ ഒരു ഉറക്ക ക്ഷീണമാണ്. എനിക്ക് ചൂട് കൂടി ക്ഷീണം. എനിക്ക് മൈഗ്രെയിനായിട്ട് തലവേദന ഉണ്ട് ഇവിടെ നല്ല. പക്ഷെ എന്നാലും നമ്മൾ പുറമേ കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നത്തില്ല. അങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്, മനസ്സിലായോ? നമ്മൾ എത്ര വൈകാരികയിലും എപ്പോഴും നമ്മൾ പ്രസൻറ്റീവ് ആയിരിക്കണം, മനസ്സിലായോ? അങ്ങനെ നമ്മളിതാ ഉത്സവം കാണാനായിട്ട് ഇറങ്ങി. ഈ ഉത്സവ സമയത്ത് റോഡൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഗൈസ്. കാരണം ഉത്സവത്തിന് വേണ്ടി പോകുന്നവരും ഉത്സവം കണ്ടിട്ട് തിരിച്ചു വരുന്നവരൊക്കെ ആയിട്ട് റോഡൊക്കെ ഭയങ്കര ലൈവ്ലി ആയിരിക്കും. നമ്മൾ സാധാരണ വണ്ടിയിലൊക്കെ പോകുന്നതിനേക്കാളും ഈ അമ്പലം നമ്മുടെ വീടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നടന്നു പോകുന്നതാണ് ഏറ്റവും അടിപൊളി വൈബ്. അങ്ങനെ നമ്മളിതാ മാറുന്ന ജംഗ്ഷനിലെത്തി. ഇവിടെ ഫ്ലോട്ടൊക്കെ വന്ന് കിടപ്പുണ്ട്. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഉത്സവം കാണാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കയറി. ഈ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എടുപ്പുകുതിരകളാണ്. ഇവിടെ ഇങ്ങനെ ഓരോ ചേരികളുണ്ട്. അപ്പോൾ ഓരോ ചേരിയും ഓരോ എടുപ്പുകുതിര ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് നാളത്തെ പ്രോസസ്സാണ്. അതിനുശേഷം ഉത്സവത്തിൻ്റെ അന്ന് ഈ എടുപ്പുകുതിര എടുത്തുകൊണ്ട് അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും പിന്നെ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കിയിട്ട് പ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു രസമാണ് ഇതിങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതും. ആ സമയത്തൊരു ബഹളമൊക്കെ കാണാൻ തന്നെ നല്ല വൈബാണ്. അങ്ങനെ നമ്മൾ ഉത്സവമൊക്കെ കണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഈ എടുപ്പ് കുതിരയെ അപ്പുറത്തൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിന്നില്ല, കാരണം ഭയങ്കര പൊടിയാണ്. ഈ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ലോണം പൊടി പറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പോയി നിന്നില്ല. ഇതിന് ശേഷം ചൂട്ട് കെട്ടി കുതിര എടുക്കാമെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ സമയത്താണ് ഈ ആർപ്പ് വിളിയോടെ എല്ലാവരും ഇത് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അടുത്ത് പോയി നിന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. നല്ല ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്, ഭയങ്കര തിരക്കായിരുന്നു. ഒന്നാമത് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതിനോട് ഇത്ര ആൾക്കാരോട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു നമ്മളിങ്ങനെ ചൂടെടുത്ത് ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ നിൽക്കുമായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ അമ്പലം ഗൈസ്. നിറയെ ചിന്നിച്ചിതറും കൊതിയാ കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ. അങ്ങനെ ഈ തിരക്കിനിടയിലും ഞാൻ എൻ്റെ ഒരു ക്ലാസ്മേറ്റിനെ കണ്ടുമുട്ടി ഗൈസ്. സാധാരണ നമ്മൾ ഭരണിക്കാവ് ഉത്സവം വരുമ്പോഴത്തേക്കും എപ്പോഴും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടാറുണ്ട്. അതുപോലെ ഒരു കണ്ടുമുട്ടലായിരുന്നു ഇതും. അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ഗൈസ്.
അങ്ങനെ നമ്മൾ ഉത്സവമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാം തകിടം മറിഞ്ഞത്. നമ്മൾ ഈ നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കത്തില്ലേ? സെയിം ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് ഈ മൈഗ്രെയിനും ഇയർ ബാലൻസിൻ്റെ ഒക്കെ പ്രശ്നം എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ മുകളിലോട്ട് കുറേ നേരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തല കറങ്ങും. അപ്പോൾ ഇത്രയും പൊക്കമുള്ള സംഭവത്തിലോട്ട് നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് എനിക്ക് നല്ലോണം തല കറങ്ങി ഞാനങ്ങ് കിറങ്ങിപ്പോയി. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ നല്ല തല കറങ്ങി നിന്നാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ എന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കണം, വീഡിയോയിൽ നല്ലോണം വരണം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു ആത്മാർത്ഥത കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കോ സബ്സ്ക്രൈബോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഗൈസ്. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഫുൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ കണ്ട മനസ്സിലാകും കുറച്ചൊന്ന് കിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഔട്ടർ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഔട്ടർ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.